ഹലോ, ഇതുപോലെയുള്ള ഒരു സ്കിൻ, അതായത് സ്കിന്നിന് പെട്ടെന്ന് ചുളിവുകൾ വീഴുക, കൈമേ, മുഖത്ത്, കഴുത്തിലൊക്കെ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഫോമുലേഷൻ ചെയ്തെടുക്കാമെന്നായിരുന്നു നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത്. ഇത് ജസ്റ്റ് പ്രൊട്ടക്ഷൻ മാത്രമാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ മസാജാണ്. അതായത് നല്ല നല്ല ഓയിലുകൾ മിക്സ് ചെയ്തിട്ട്, നല്ല ഓയിലുകൾ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഫേംനെസ് കൊണ്ടുവരണം, ഗ്ലോ കൊണ്ടുവരണം, റീജനറേഷൻ നടക്കണം. അതിനാവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കോളജൻ പ്രൊഡക്ഷൻ കൂട്ടുന്നത്, അങ്ങനെയുള്ള ഓയിലുകൾ, പിന്നെ എസ് പി എഫ് ഫാക്ടേഴ്സ് ഉള്ള ഓയിലുകളെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ ഒരു ടൈപ്പ് പ്രൊട്ടക്ഷൻ ഉള്ളത്. അപ്പോൾ ഓയിലുകൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ തിക്നെസ് കുറഞ്ഞ ഓയിലുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാത്ത ഓയിലുകൾ വേണം കൂടുതൽ യൂസ് ചെയ്യാനായിട്ട്. കാരണം അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാറിപ്പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം ഞാനിവിടെ ഇത് കാസ്റ്റർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന. പല ടൈപ്പ് ആൽമണ്ട് ഓയിലുണ്ട്, ഹബോബ ഓയിലുണ്ട്. ഹബോബ ഓയിൽ നമുക്ക് സ്കിന്നിൻ്റെ സെബം പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, നമ്മുടെ സ്കിന്നിൽ ഒരു ടൈപ്പ് ഓയിലുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഹബോബ ഓയിൽ. ഇപ്പോൾ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുന്ന ഓയിലുകൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ റോസ് ഹിപ്പ് ഓയിൽ ഒത്തിരി നല്ലതാണ്. റോസ് ഹിപ്പ് ഓയിൽ എന്ന് പറയുന്നത്, പക്ഷേ അതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അതായത് സ്കിൻ പെട്ടെന്ന് റീജനറേറ്റ് ചെയ്ത് സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ അത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആർഗൻ ഓയിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുന്നതാണ്. കാസ്റ്റർ ഓയിൽ കൂടുതൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓയിലിന് തിക്നെസ് കൂട്ടും. പിന്നെ ഇത് സീബക്തോൺ ഫ്രൂട്ട് ഓയിലാണ്. ഇതിൽ ഒമേഗ 3, 4, 6, 7 അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതും അതെ, സ്കാർസ് മാറ്റാനും സ്കിൻ റീജനറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതും പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറിയ പെർസെൻറ്റേജിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് വളരെ ഹ്യൂമിഡും ചൂടുള്ള സ്ഥലങ്ങളിൽ ഓക്സിഡൈസേഷൻ കൂടുതലായിരിക്കും. പിന്നെ ഈ സീബക്തോൺ ഫ്രൂട്ട് ഓയിൽ, ഇത് ഇന്ത്യൻ ആയതുകൊണ്ട് ഇതിൻ്റെ കളർ കുറവാണ്. പക്ഷേ നമ്മൾ വേറെ പല രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്നതിന് ഭയങ്കര കളറായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് പിന്നെയും കുറയ്ക്കേണ്ടി വരും. കാരണം നമ്മൾ ദേഹത്ത് പുരട്ടുമ്പോൾ ആ കളറ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്. അപ്പോൾ തിക്നെസ് കുറഞ്ഞ് അതുപോലെ ഓക്സിഡൈസ് ചെയ്യാത്ത ടൈപ്പ് സ്കിന്നിന് ആവശ്യമുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള ഓയിലുകൾ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം അളന്നെടുക്കണം. അതുപോലെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്കിതിൽ പ്രിസർവേറ്റീവ് ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ വൈറ്റമിൻ ഇ ആഡ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഇയും കൂടുതൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് 0.50 അത്ര, അല്ലെങ്കിൽ 1% മാക്സിമം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഓയിലുകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അതൊരു ബോട്ടിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ ബോട്ടിലാക്കുമ്പോൾ നമ്മൾ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ വെള്ളം മുട്ടും കയ്യിൽ നിന്നൊന്നും വെള്ളമൊന്നും ആവില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന സ്ഥലത്തൊക്കെ, അതുപോലെ ഒട്ടും സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് വേണം കീപ്പ് ചെയ്യാനായിട്ട്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓയിലുകൾ മിക്കവാറും ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓയിലുകളാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും സൺലൈറ്റോ അല്ലെങ്കിൽ ചൂടോ അടിക്കാത്ത സ്ഥലത്ത് വേണം നമ്മളിത് കീപ്പ് ചെയ്യാനായിട്ട്. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ മോർണിംഗും ഈവനിങ്ങും കുളിക്കുന്നതിനേക്കാളും മുൻപ് നന്നായിട്ട് നെക്കിലും ഫേസിലും എവിടെയാണോ നമുക്ക് ഈ സ്കിന്നിന് പ്രോബ്ലം ഉള്ളത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് സ്കിൻ റീജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് മെയിനായിട്ട് നമ്മളിത് മസാജ് ചെയ്യുന്നതും. അതിന് സ്കിൻ ഗ്ലോ വരുവാനും അതുപോലെ ഫേംനെസ് വരുവാനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ മാക്സിമം നമ്മൾ സോപ്പ് പോലെയുള്ള സാധനങ്ങളും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിത് അടച്ചു വെക്കാം. അതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു ചൂട് നമ്മുടെ സ്കിന്നിന് ഫീൽ ചെയ്യും. ദാറ്റ് മീൻസ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അഡ്വൈസ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വേറൊരു ഫോമുലേഷനുമായിട്ട് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം വേണം. അതുപോലെ ഒരു സൺ പ്രൊട്ടക്ഷന് വേണ്ട ചെറിയൊരു ഫാക്ടറുള്ള നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമും കൂടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.